നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറുക എന്നുള്ളത് തന്നെയാണ്. സ്കിന്നിനൊരു തെളിച്ചം വരാനും പിഗ്മെൻറ്റേഷൻ മാറാനും മുഖത്തെ പാടുകളൊക്കെ മാറാൻ സഹായിക്കണം നല്ലൊരു ടോണറും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം, പുറത്ത് വെക്കരുത്, സ്മെല്ല് വരും. കാരണം അതിലുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെയാണ്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ സൂക്ഷിക്കണം. ആ തണുപ്പോട് കൂടി സ്പ്രേ ചെയ്യണതും നല്ലത് തന്നെയാണ്. ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഒരു ദിവസം ഇപ്പോൾ പാക്ക് ഇടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം പാക്ക് ഇടാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആ ഒരു പാക്ക് ഇടാത്തതിൻ്റെ ആ ഒരു കുറവ് നമ്മുടെ ഈ ഒരു ടോണർ നമുക്ക് നികത്തി തന്നോളൂ. അത്രയ്ക്ക് നല്ലതാണ്. മെയിനായിട്ട് ഇത് പിഗ്മെൻറ്റേഷൻ മാറുക, പാടുകൾ മാറുക, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ദിവസം നിങ്ങൾക്ക് 4-5 എത്ര വട്ടം ഉപയോഗിക്കാൻ പറ്റും അത്രയും വട്ടം ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഇത് ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കിയേക്കണത്. നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുക, ടോൺ ചെയ്യുക, പിന്നെയും ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെ അഥവാ സ്മെല്ലിന് വല്ല വ്യത്യാസം വന്നു എന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ യൂസ് ചെയ്യരുത്. ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ നമ്മൾ പുറത്ത് വെക്കാതെ സൂക്ഷിക്കണമെന്ന് വെച്ചാൽ ഒരാഴ്ച വരെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ചാൽ എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നാണ് തീർച്ചയായും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒരുപാട് പേര് പിഗ്മെൻറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയും നല്ലതായതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പാക്ക് ഇടാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഒരു ദിവസം പാക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇതിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളൂ. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാത്രം വയ്ക്കാം. ടോണറാണ് ഉണ്ടാക്കുന്നത്. മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ടോണർ ഉണ്ടാക്കുന്നത്. ടോണർ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസവും പാക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളവർക്ക് ഇത് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നല്ലതാണ്. ഇത് നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ കമ്പാണ്. ഞാനിതിലൊരു 3 കമ്പാണ് എടുത്തിരുന്നത്. ഇത് ഇടിച്ചിട്ട് വേണം നമുക്ക് ഇടണം വെച്ചാൽ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇടിച്ചിട്ട് എടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ലിക്വറൈസിൻ്റെ കമ്പൊക്കെ നല്ലപോലെ ഇടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമുണ്ട്. ഇതിലേക്ക് നമ്മുടെ നല്ല ജീരകം ഒരു 1/2 സ്പൂൺ, ചെറിയ സ്പൂണിനൊരു 1/2 സ്പൂണ് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടി നമുക്ക് ഇതുപോലൊരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരാഴ്ചയ്ക്കുള്ള ടോണറാണിത്, അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് മതി. ഇതിപ്പോൾ ഞാൻ ലിക്വറൈസിൻ്റെ കമ്പും ജീരകവും കൂടി തിളപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇത് കത്തിച്ച് ചെറുതാക്കി വെച്ച് സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചിട്ടൊന്ന് വറ്റിക്കണം. അതിൻ്റെ സത്ത് മുഴുവൻ അതിൽ വീണ പാകത്തിന് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് വെച്ചിട്ട് കുറച്ച് നേരമായി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ സത്ത് നല്ലപോലെ ഇറങ്ങി നമ്മൾ 1 ഗ്ലാസ് വെള്ളം വെച്ചത് 1/2 ഗ്ലാസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ചൂടാറിയിട്ട് ബാക്കി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് ടോണറാക്കി മാറ്റിയെടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം, ചൂടാറട്ടെ. ഇപ്പോൾ ഇത് നല്ലോണം തണുത്തു കേട്ടോ. ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പോൾ വേഗം തണുത്തു. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കുക. ഇപ്പം ഞാൻ മൊത്തം അരിച്ചെടുത്തു. അപ്പോൾ നമുക്കിത് 1/2 ഗ്ലാസ് ആയിട്ടുണ്ട്. 1/2 ഗ്ലാസ്സിന് കുറച്ച് മുകളിലായിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി വേണം. ഇനി നമുക്ക് ആവശ്യം ഒരു വിറ്റാമിൻ ഇയുടെ ഒരു ക്യാപ്സൂൾ നമുക്ക് ഈ ഓയിൽ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമ്മുടെ സ്കിന്നിക്ക് ഏറ്റവും നല്ലതാണ് വിറ്റാമിൻ ഇ ഓയിൽ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അധികം വിലയൊന്നുമില്ല. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞാൽ കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഇത്രയും മതി, കൂടുതൽ വേണ്ട. വിറ്റാമിൻ ഇയുടെ ഓയിൽ ഇത്രയും ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇത് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറുക എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ഇത് ഉണ്ടാക്കാനുള്ള കാരണം. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. ഒരാഴ്ചത്തേക്ക് മാത്രമേ ഉണ്ടാക്കി വെക്കാവൂ. ഇത് നമുക്ക് ധാരാളമാണ് ഒരാഴ്ചത്തേക്ക്. നിങ്ങളുടെ അടുത്ത് ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിക്കുക. അല്ലച്ചാൽ സാധാരണ ഒരു ബോട്ടിലേക്കാണെന്ന് വെച്ചാലും ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് സ്പ്രേ ബോട്ടിലാണെന്ന് വെച്ചാൽ നമുക്ക് മുഖത്ത് സ്പ്രേ ചെയ്യാം. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിലേക്ക് കുറച്ച് എടുത്തിട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് മുഖത്തേക്കൊന്ന് ഒരു ദിവസത്തിൽ 3-4 വട്ടം 5 വട്ടം എത്ര വട്ടം വേണമെങ്കിലും നിങ്ങൾക്കിത് മുഖത്ത് ആക്കി കൊടുക്കാം കേട്ടോ. അത്രയ്ക്ക് നല്ലതാണ്. പിന്നെ അത് അങ്ങനെ ഒന്ന് എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പഴയൊരു സ്പ്രേ ബോട്ടിലാണ് ആക്കിയത്.
ഇനി എങ്ങനെ യൂസ് ചെയ്യുക കാണിച്ചു തരാം. നിങ്ങൾ കണ്ടുല്ലോ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നമുക്ക് അധികം പണിയൊന്നുമില്ല. ആഴ്ചയിൽ ഒരു വട്ടം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂ. ഇനി ഇങ്ങനെ തന്നെ ടോണർ അല്ലാതെ വേറെ ഞാൻ പലതരം ടോണർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കണ്ടുല്ലോ. ഇരട്ടി മധുരം നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സാധനമാണ് ഇരട്ടി മധുരം. അതുമാതിരി തന്നെ ജീരകവും നമ്മുടെ മുഖത്തെ പാടുകളും ഒക്കെ മാറ്റാൻ നല്ലപോലെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചിട്ടുണ്ട് ജീരകവും വേറൊരു ഇൻഗ്രീഡിയൻസും കൂടി, അതും നല്ല അടിപൊളിയായിരുന്നു. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെച്ച്, കാരണം എന്താ വെച്ചാൽ തണുപ്പോട് കൂടി അടിക്കാൻ നല്ല സുഖം. അത് മാത്രമല്ല വേഗം ചൂടേറി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇങ്ങനത്തെ ടോണറിൻ്റെ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ബോട്ടിലൊക്കെ നമുക്കിപ്പോൾ ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടണതാണ്. ഇതെൻ്റെ അടുത്ത് പഴയൊരു റോസ് വാട്ടർ ഉണ്ടായിരുന്നു, അതിൻ്റെ ഡപ്പയാണ്. എന്താ പറയുക, നമുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈക്ക് കുറച്ചിങ്ങനെ എടുക്കുക, 2 കൈക്കും കൂടി ആക്കിയിട്ട് മുഖത്ത് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അതിനും നല്ലതാണ്. ഇത് എന്താ പറയുക, പാടുകൾ വരെ മാറ്റും. അത്രയ്ക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, മുഖത്ത് ടോൺ ചെയ്യുക. എങ്ങനെ ടോൺ ചെയ്യുക വെച്ച് പറഞ്ഞാൽ, ഞാൻ ടോണർ യൂസ് ചെയ്യാൻ കുറേ യൂസ് ചെയ്യും. ഇങ്ങനെ നല്ലൊരു ലൈറ്റ് വായയ്ക്ക് പോയിട്ടുണ്ടല്ലോ, നല്ലൊരു ലൈറ്റ് മധുരം വരും. കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെ ഉണ്ടോ, നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ ആ ഒരു മധുരം നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ കഴുത്തിലും കൂടി ചെയ്യുമ്പോൾ ഇപ്പം മുഖത്ത് മുഴുവനുമായി നമ്മൾ ഇത് തുടച്ച് കളയരുത്. ഇത് സ്കിന്നിൽ അങ്ങനെ ഇരുന്നോട്ടെ. ടാബ് ചെയ്ത് അത് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങോട്ട് അബ്സോർബ് ആയിക്കോളും. കണ്ടോ, അപ്പോൾ സ്കിന്ന് മൊത്തം വലിച്ചെടുത്തു. കുറേ ഞാൻ അടിച്ചതാണ്. സ്കിന്നിന് ആ ഒരു ചീക്കുമ്പോഴേക്കും ഒരു തെളിച്ചം പോലെ, കാരണം ആ ഒരു ഓയിലും കൂടി ഉണ്ടല്ലോ അതിൻ്റെയും കൂടി ആ ഒരു മോയ്സ്ചറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഓയിലിൻ്റെയും കൂടി നമുക്കിത് മുഖത്ത് കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഇപ്പം ഞാൻ ടോൺ ചെയ്തു. നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്താ പറയുക, മോയ്സ്ചറൈസിങ് ക്രീമും സൺസ്ക്രീനും തേക്കുക. ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ മുഖം കഴുകുമ്പോൾ പിന്നെ നമ്മൾ ഇത് ടോൺ ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ നമ്മളൊരു വൈകിട്ട് നമ്മൾ വിളക്ക് കത്തിക്കേണ്ട സമയം, നാമം ജപിക്കേണ്ട ടൈമിൽ നമ്മൾ കൈയും കാലും മുഖമൊക്കെ കഴുകില്ലേ, ആ സമയത്തും മുഖം കഴുകി വെള്ളം ഒപ്പിയെടുത്തതിന് ശേഷം ഇത് ടോൺ ചെയ്യുക. പിന്നെ അതിന് ശേഷം പിന്നെ രാത്രിയിൽ ഞങ്ങൾ കിടക്കണതിന് മുമ്പായിട്ട് 1 or 2 വട്ടം ഞങ്ങൾക്ക് ഇത് വെറുതെ മുഖത്ത് ടോൺ ചെയ്ത്, നൈറ്റിൽ നിങ്ങൾ എങ്ങനെയാണോ സ്കിൻ കെയർ ചെയ്യുക ഇത് ടോൺ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യുക. ഇത് മുഖത്ത് പൊടിയായിട്ടോ പാടായിട്ടോ ഒന്നും കിടക്കില്ല. കാരണം കമ്പായതുകൊണ്ട് തന്നെ തിളപ്പിച്ച് നമ്മൾ ഊറ്റിയെടുക്കില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇതും നമ്മുടെ മുഖത്ത് ഉണ്ടാവില്ല. ആ സ്ഥാനത്ത് പൊടി ഇടുമ്പോൾ ആ പൊടിയുടേതായ ഒരു ഇത് നമ്മുടെ മുഖത്തുണ്ടാവും. എല്ലാവരും ചോദിക്കും ഇനി പൊടി പറ്റുമെന്ന്. പൊടി പറ്റായില്ല, പൊടി പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ പ്രശ്നം ഇതാണ്, നമ്മൾ എടുത്താലും അതിൻ്റെ ആ ഒരു നമ്മൾ മുഖത്ത് ഇത് ചിലപ്പോൾ ടോൺ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ പൊടി അടഞ്ഞു പോകും. ചിലപ്പോൾ മുഖത്ത് പൊടി പോലെയൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ചെയ്യും. തുണി വെച്ചൊക്കെ അരിച്ചെടുത്ത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ചെയ്യുക. കാരണം എല്ലാവരും ഒത്തും ഇതിൻ്റെ കമ്പുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് കയ്യിൽ പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടി ചെയ്യുക. പിന്നെ അല്ലച്ചാൽ ഒരു എന്താ പറയുക, തുണിയിൽ കെട്ടിയിട്ട് പൊടി വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. കാരണം എല്ലാവരും കമ്പുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. കമ്പുള്ളവർ കമ്പ് മാത്രം ഉപയോഗിച്ച് ചെയ്യുക. കമ്പത്തെ എല്ലാ സത്തും നമ്മുടെ ഇതിലേക്ക് ഇറങ്ങിയതിൻ്റെയാണ് ഈ കാണണത്, ഈ ഒരു കളർ കേട്ടോ. ഇപ്പം എൻ്റെ മുഖത്ത് മുഴുവനും ഉണങ്ങി. ഇപ്പം ഞാൻ മുഖത്ത് ഒന്നും കൂടി ആക്കി. ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. എന്ന് വെച്ചാൽ പറഞ്ഞാൽ എൻ്റെ മുഖത്ത് എപ്പോഴും അതിൻ്റെ ആ ഒരു ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മെല്ലെ കുറയും. പാടുകളൊക്കെ ആണെങ്കിലും അന്നത്തെ പോലെ ആ ഒരു ഭയങ്കര ഇതായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന പാടുകളൊക്കെ കണ്ടു ലൈറ്റായി വരുന്നു. നമ്മുടെ മുഖത്ത് ഓരോന്ന് ചെയ്യണതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും. എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക്, തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കാരണം സിമ്പിളാണ്. പാക്ക് ഉണ്ടാക്കണം, 20 മിനിറ്റ് ഇടണം, അങ്ങനെയുള്ള ഒരു പണിയില്ലേ. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക, ഉറപ്പ് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് നല്ല കുറവ് കിട്ടിക്കോളും. ഡെയിലി യൂസ് ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കേണ്ടത്, മധുരം ഉപേക്ഷിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക. കുറച്ച് ദിവസത്തേക്ക് ചെയ്ത് നോക്ക്, റിസൾട്ട് കിട്ടുന്നുള്ളത് ഞാൻ ഉറപ്പ് തരിക. കാരണം എൻ്റെ മുഖം അങ്ങനെ ഉണ്ടായിരുന്ന ആൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷം മുഖത്തിന് ഈ ഒരു മാറ്റം വന്നു തുടങ്ങിയത്, മാറ്റം കിട്ടിയത് എനിക്ക്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ഒന്ന് ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കണം, കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തത് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം പിഗ്മെൻറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് സിമ്പിളായിട്ടുള്ളൊരു റെമഡിയാണിത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ.
നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.